ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ചെയ്യുന്നത്. തിൻ ബാൻഡഡ് ഷിമ്മി സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ 36, 38, 40 ചെസ്റ്റ് സൈസ് ഉള്ളവർക്ക് പറ്റിയ ഒരു മെഷർമെൻ്റ് ആണ് ചെയ്യുന്നത്. ഞാനിവിടെ 3/4 മീറ്റർ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെ 4 ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ നെക്സ്റ്റ് വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിവിടെ ഫാബ്രിക് ഇതേപോലെ 4 ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെഷർമെൻ്റ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 23 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലെങ്ത്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ലെങ്ത്ത് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെങ്ത്ത് നമ്മൾ ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ടൊന്ന് ലൈൻ വരച്ച് കൊടുക്കാം കേട്ടോ. 23 ഇഞ്ച് സ്ട്രൈറ്റ് ആയിട്ട് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഷോൾഡറാണ് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഷോൾഡർ ഞാനിവിടെ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഷോൾഡർ മാർക്ക് ചെയ്ത് വെച്ച ആ ഒരു പോയിന്റിൽ നമുക്ക് ആം ഹോളിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആം ഹോളിൻ്റെ നമ്മളിവിടെ 3 ഇഞ്ച് സ്ട്രാപ്പ് വരും. അപ്പോൾ ആ ഒരു 3 ഇഞ്ച് ടാപ്പ് മേൽവശത്തേക്ക് ഇതേപോലെ കയറ്റി വെച്ചതിന് ശേഷം ആം ഹോളിൻ്റെ ലെങ്ത്ത് 7 ഇഞ്ച് ഫാബ്രിക്കിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 3 ഇഞ്ച് ടാപ്പിൽ നമ്മൾ ടാപ്പ് മേൽവശത്തേക്ക് കയറ്റി വെച്ചിട്ടാണ് 7 ഇഞ്ച് ഫാബ്രിക്കിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ അതൊന്ന് സ്ട്രൈറ്റ് ആയി വരച്ചതിന് ശേഷം ആ ഒരു ഭാഗത്ത് നമ്മളിവിടെ ചെസ്റ്റ് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അത് ഇതേപോലെ ഒരു ബോക്സ് ആക്കി വരച്ച് കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ തയ്യൽ തുമ്പ് 1 ഇഞ്ച് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 12 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ ഷേപ്പിൻ്റെ ഒരു മെഷർമെൻറ്റ് 9 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് അതിന് 1 ഇഞ്ച് തയ്യൽ തുമ്പോടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഹിപ്പിൻ്റെ വിഡ്ത്ത് നമ്മളിവിടെ 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പോടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ പോയിൻറ്റ്സൊക്കെ ഒന്ന് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ മെഷർമെൻറ്റ് ഇതിലേ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ആ പോയിൻറ്റ്സൊക്കെ ഒന്ന് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ തയ്യൽ തുമ്പിന് നമ്മൾ 1 ഇഞ്ച് ആഡ് ചെയ്തത് അതും ഇതേപോലെ തന്നെ ഒന്ന് നമ്മൾ ആ പോയിൻറ്റ്സൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോളിന് വേണ്ടി 1 ഇഞ്ച് ഇതേപോലെ ഒന്ന് ഇവിടെ ഈ ഒരു കോർണറിൽ മാർക്ക് ചെയ്തതിന് ശേഷം ആ 1 ഇഞ്ചിലൂടെ ഇതേപോലെ ഒന്ന് കൈക്കുഴി കേർവ് ചെയ്ത് വരച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റിൽ കാണും കേട്ടോ വരച്ച് കൊടുക്കുന്നത്. ഇതേപോലെ ആം ഹോള് നമ്മൾ തയ്യൽ തുമ്പ് ചേർത്തയിലേക്കല്ല വരയ്ക്കുന്നത്, നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റിലാണ് വരച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് നമ്മളിവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആം ഹോളിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത 3 ഇഞ്ചിലേക്ക് ഇതേപോലെ ഒന്ന് ക്രോസ് ആയിട്ടൊരു ലൈൻ വരച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷിമ്മിൻ്റെ മാർക്കിങ് വരുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ അടിവശത്ത് ഈ സൈഡിൽ ഇതേപോലെ 1 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അടിവശം ആ 1 ഇഞ്ചിലേക്ക് 1 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ മാർക്ക് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ലൈനിലൂടെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടി സെക്കൻഡായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ആ ഒരു ലൈനിലൂടെയാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് ഈ നെക്കിൻ്റെ ഒരു ഭാഗം കൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കട്ടിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ആം ഹോളിനും നെക്കിനും വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഫാബ്രിക്കിൻ്റെ ക്രോസ് ആയ ഒരു വശത്ത് നമ്മൾ ഇതേപോലെ 1 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് ഇതേപോലെ ക്രോസ് ലൈന് വരച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 1 ഇഞ്ച് വീതിയിൽ നമ്മൾ ക്രോസ് പീസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഷോൾഡർ വല്ലാതെ തിന്നായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വീതി വേണമെന്നുണ്ടെങ്കിൽ 1.5 ഇഞ്ച് വിടുത്തുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണെന്ന് മുന്നേ പറഞ്ഞല്ലോ. അപ്പോൾ കുറേ ആൾക്കാർ ഒത്തിരി വീഡിയോസൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളോട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ വീഡിയോസായിട്ട് സാവധാനം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഏതെങ്കിലും ഒരു സ്റ്റിച്ചിങ് വീഡിയോസ് അറിയണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മോഡൽസൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ ഞാൻ മാക്സിമം ചെയ്ത് കാണിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇനി സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ക്രോസ് പീസ് നമ്മൾ
ഫാബ്രിക്കിൻ്റെ നല്ല വശത്ത് ക്രോസ് പീസിൻ്റെയും ഫാബ്രിക്കിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ചതിന് ശേഷം ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ തയ്യൽ തുമ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളിത് ഈ ക്രോസ് പീസ് ഇതിൻ്റെ ഫാബ്രിക്കിൻ്റെ ചീത്ത വശത്തേക്ക് ഇതേപോലെ ചെറുതായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേപോലെ ചെറുതായി ഒന്ന് ഫോൾഡ് ചെയ്ത് പിന്നെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഇതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ എക്സ്ട്രാ വരുന്ന ക്രോസ് പീസ് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ആം ഹോളിനാണ് ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഫാബ്രിക്കിൻ്റെ നല്ല വശങ്ങൾ രണ്ടും മേൽഭാഗത്തേക്ക് വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ക്രോസ് പീസിൻ്റെ നല്ല വശവും ഫാബ്രിക്കിൻ്റെ നല്ല വശവും തമ്മിൽ ഇതേപോലെ ഒരുമിച്ച് വെച്ചതിന് ശേഷം ഒരു ആം ഹോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നീങ്ങി പോവാതെക്കാൻ വേണ്ടി നമുക്ക് മുട്ടുസൂചി എങ്ങാനും വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഭാഗത്ത് നമ്മൾ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ സ്ട്രാപ്പിൻ്റെ ലെങ്ത്താണ് നമ്മൾ 3 ഇഞ്ച് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഫ്രണ്ടും 3 ഇഞ്ച് ബാക്കും 3 ഇഞ്ചും കൂടെ ടോട്ടൽ 6 ഇഞ്ച് ലെങ്ത്ത് ഈ ഒരു ക്രോസ് പീസിൽ മാർക്ക് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ഭാഗം നമ്മൾ ബാക്ക് സൈഡിലുള്ള ആം ഹോളും ആയിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഇങ്ങേ തലക്കൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് സ്റ്റിച്ചിങ് നിർത്തിയതിന് ശേഷം ഇതുവരെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേപോലെ നീളത്തിൽ മറ്റൊരു ആം ഹോൾ വരെ അപ്പോൾ ഈ ഒരു ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ ഷോൾഡർ തൊട്ടിട്ട് ബാക്ക് സൈഡിലുള്ള ഷോൾഡർ തൊട്ടിട്ട് ആം ഹോളിൻ്റെ എൻഡ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ തയ്യൽ തുമ്പ് ഒന്ന് ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചീത്ത വശത്തേക്ക് ഈ ഒരു പെറ്റിക്കോട്ട് മറിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആം ഹോളിൻ്റെ ഒരറ്റത്ത് നിന്ന് ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് പിന്നെ ഒന്നുകൂടെ വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ഇതേപോലെ ഫോൾഡ് ചെയ്ത് വന്നിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് ഉള്ളോട്ടേക്ക് ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നീളത്തിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ ഇതേപോലെ തന്നെ ചെറുതായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടി ഞാൻ ഇതേപോലെ ഒന്ന് മുട്ടുസൂചി വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് പിന്നെ മാറ്റിയാൽ മതി. അപ്പോൾ ഇതേപോലെ നമ്മൾ ഷോൾഡറിൻ്റെ ഒരറ്റത്ത് നിന്ന് തൊട്ട് മറ്റേ അറ്റം വരെ നമുക്കൊന്ന് നീളത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ 2 ഷോൾഡറും ഞാനിവിടെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡാണ് ജോയിൻ ചെയ്തെടുക്കാനുള്ളത്. അതിനുവേണ്ടി നമ്മൾ ഈ ഷിമ്മി ഇതേപോലെ ഒന്ന് സെൻറ്റർ ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഒന്ന് നൈൽ വെച്ചിട്ട് ഇതേപോലെ ബാക്കോട്ടേക്ക് ഒന്ന് മറിച്ച് വെച്ചതിന് ശേഷം മറ്റേ സൈഡിലും ആ ഒരു തയ്യൽ തുമ്പിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അടിവശം കൂടി ഇതേപോലെ ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.